ഓജിക്കുത്തി ഉറങ്ങുന്നു. മിന്നു ഇനി ഏത് നേരം നോക്കിയാലും മമ്മ ഇപ്പം മമ്മ കൊടുത്തിട്ട് പോയേ ഉള്ളൂ ഞാൻ. തരാം ഇനി കുറച്ച് ഉണ്ട് ഇപ്പം എല്ലാം. ഇവിടെ വേറൊരാൾ വന്ന് കിടക്കണ്ടേ, നോയമ്പായത് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവൾക്ക് കുറച്ച് ക്യാറ്റ് ഫുഡ് കൊടുക്കാൻ പറ്റേ. അപ്പോൾ അവളുടെ കണ്ണ് ശരിയായിട്ട് കേട്ടോ. ഞാൻ ഫുഡിലൊക്കെ ഇങ്ങനെ ഒരു ഗുളിക മേടിച്ചിട്ട് അത് കലർത്തി കൊടുത്തായിരുന്നു. പക്ഷെ അതിൻ്റെ മാത്രമല്ല, കണ്ണ് അത്ര പഴുപ്പുണ്ടായിരുന്നു. ആ പഴുപ്പൊക്കെ കുറഞ്ഞ് അപ്പോൾ അതെ ചൂടായതുകൊണ്ട് അഴുക്കിൽ മണ്ണ കിടക്കണം. പൊഞ്ഞ് ബാട പൊഞ്ഞ ബാ. എപ്പോഴും പുലർച്ചെ കഴിക്കുന്ന ഭക്ഷണം ബാക്കിയുണ്ടെങ്കിൽ അത് രാവിലെ അണിച്ച് കൊടുക്കുന്നു. നോക്കിയപ്പോൾ അതില്ല, കഴിഞ്ഞു. കുട്ടു വന്ന് കഴിച്ചിട്ട് പോയേ. കഴിച്ചുപനി കഴിച്ച് ഞാൻ വെള്ളം എടുത്ത് വെച്ച് തരാം കേട്ടാ. കഴിച്ചുപനി കഴിച്ച് ഇപ്പം പ്രസവിച്ച് കിടക്കണില്ല, വയറൊട്ടി കിടക്കണം. ഈ റോഡിൽ എവിടേക്കാണ് എത്തുന്നതെന്ന് അറിയാം. നമ്മൾ കാറിലൊക്കെ പോകുമ്പോൾ നോക്കുമ്പോൾ ടൗണിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. ഞാനും വിചാരിക്കും ഇത് റോഡിൽ ഇങ്ങനെ നടക്കുമ്പോൾ വല്ല വണ്ടിയൊക്കെ തട്ടില്ലായിരുന്നു. എല്ലാവരും ഒരുപോലെ നോക്കി വണ്ടി ഓട്ടില്ലല്ലോ. ചിലർ വേണമെന്ന് വെച്ച് ഇടിച്ച് തെറിപ്പിച്ച് പോകും. ഓറഞ്ച് വന്ന് ഭക്ഷണം കഴിച്ച് പോയുള്ളൂ. നമ്മളെ വെള്ളം കേട്ടാ. കുടിച്ച് കഴിച്ചിട്ട് കുടിച്ചു. കണ്ണത്തെ മുറിയൊക്കെ നല്ല കുറവുണ്ട്. പഴുപ്പും ഇതൊക്കെ കുറഞ്ഞു. ചോറൊക്കെ കൊടുക്കുമ്പോൾ അതിൽ ടാബ്ലറ്റ് മേടിച്ചിട്ട് പൊടിച്ചിട്ട് കൊടുക്കുകയാണ്. മെഡിക്കൽ ഷോപ്പിൽ പോയി പറഞ്ഞിട്ട് മേടിച്ചതാണ് കേട്ടോ. ഇതിനുവേണ്ടി ഹോസ്പിറ്റലിൽ നോൻപ് എടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. പിന്നെ മെഡിക്കൽ ഷോപ്പിലെ ചേട്ടനൊക്കെ എല്ലാം അറിയാം, എല്ലാ മെഡിസിനുകളും. നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് വയ്യൊക്കെ വരുവാണെങ്കിൽ മെഡിസിൻ പെട്ടെന്ന് എടുത്ത് തരും. അതുമാതിരി ഇതിൻ്റെ മെഡിസിന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണുള്ളതെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് തരും. അപ്പോൾ അതേ മാറി. അവിടെ കണ്ണ് കാണിച്ചു തരാം. അടുത്ത് പോയാൽ കഴിക്കൽ നിർത്തിയിട്ട് പോവോ. അതാ കഴിക്കൽ നിർത്തില്ല, മാറി നിൽക്കും. കണ്ടോ, ഈ കണ്ണിനാണ് കല്ലിൻ്റെ ഏറ് കൊണ്ട് വീങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ശരിയായി. വേദനിച്ചിട്ട് 2-3 ദിവസം പാവം കൈ കൊണ്ട് ഇങ്ങനെ തടവ് നടക്കലായിരുന്നു. ആ കുട്ടികളെയും കൊണ്ട് ഇവിടെ വന്നിരുന്നാണ് ഞാൻ അവളെയും കുട്ടികളെയും നോക്കുമായിരുന്നു. കുട്ടികളെ പ്രസവിച്ച് കിടക്കണം അപ്പുറത്ത് എവിടെയാണ്.